Good morning, students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻസ് പ്രൈമറി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ടാണ്. മെയിനായിട്ട് നമുക്കിവിടെ 4 ഇൻസ്ട്രുമെൻ്റാണ് പരിചയപ്പെടാനുള്ളത്. ഒന്ന് ഇക്വിറ്റി ഷെയർസ്, മറ്റൊന്ന് പ്രിഫറൻസ് ഷെയർസ്, ദ നെക്സ്റ്റ് വൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ആൾറെഡി അറിയുന്ന ടോപ്പിക്കാണ്. അഡീഷണലായിട്ട് വരുന്ന പോയിൻറ്റുകൾ നോട്ട് ചെയ്യുക, അതൊന്നും കൂടെ ഒന്ന് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇക്വിറ്റി ഷെയർസ് നോക്കാം. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓണർഷിപ്പാണ്. ദേ ഹാവ് ദ റൈറ്റ് ടു വോട്ട്. ഇക്വിറ്റി ഷെയർസ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ എനി കമ്പനി, ഗിവിംഗ് ഇൻവെസ്റ്റേഴ്സ് റൈറ്റ് ടു വോട്ട്, ഷെയർ, പ്രോഫിറ്റ് ആൻഡ് ക്ലെയിം ഓൺ അസറ്റ്. Various type of equity share capital are authorized capital, issued capital, subscribed capital, etc. We call it stock, ordinary shares or shares. All are one and the same. The value of equity shares can be expressed in various terms like par value, face value, book value and so on. ജസ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് നമുക്കൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർസിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. റെസിജ്വൽ ക്ലെയിമാണ്. റെസിജ്വൽ ക്ലെയിം ഓൺ കമ്പനീസ് ഇൻകം ആൻഡ് കമ്പനീസ് അസറ്റ്, ദെൻ റൈറ്റ് ടു കൺട്രോൾ, വോട്ടിംഗ് പവർ, പ്രീ എംപ്റ്റീവ് റൈറ്റ് ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി. ഇനി നമുക്ക് നോക്കാനുള്ള പോർഷൻസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് ബ്ലൂ ചിപ്പ് ഷെയർസ്. ബ്ലൂ ചിപ്പ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത്തരം ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് വെൽ റെപ്യൂട്ടഡ് അല്ലെങ്കിൽ മെച്ചൂർഡ് ആയിട്ടുള്ള ഗുഡ് ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആയിരിക്കും ബ്ലൂ ചിപ്പ് ഷെയർസ്. അതായത് ബ്ലൂ ചിപ്പ് സ്റ്റാൻഡേർഡ് പൊസിഷനുള്ള കമ്പനികളുടെ ഷെയർസ്. ഇവർ ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കും. ദ ഷെയർസ് ഇഷ്യൂഡ് ബൈ ദീസ് ബ്ലൂ ചിപ്പ് കമ്പനീസ് ആർ നോൺ ആസ് ബ്ലൂ ചിപ്പ് ഷെയർസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ വളരെ ഹൈ പ്രൈസ് ആയിരിക്കും. അതേപോലെ മോഡറേറ്റ് ഡിവിഡൻഡ് നോർമലി സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ ഹോൾഡേഴ്സിന് ലഭിക്കുന്നതാണ്. സെക്കൻഡ് വൺ വരുന്നത് ഗ്രോത്ത് ഷെയർസ്. ഇത്തരത്തിലുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് മെയിനായിട്ട് ഗ്രോയിങ് കമ്പനികളായിരിക്കും. അതായത് അവരുടെ കമ്പനി ഇപ്പോൾ ഒരു വൈഡ് സ്കോപ്പ് ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലായിരിക്കും. മെയിനായിട്ട് അവരുടെ ഏർണിങ്സിൻ്റെ ഒരു ഭാഗം അവർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. എക്സ്പാൻഡ് ദെയർ ബിസിനസ് ബൈ റീ ഇൻവെസ്റ്റിംഗ്. മെയിനായിട്ട് അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു മേജർ പോർഷൻ റീ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഡെവലപ്മെൻറ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് അവർ ആവറേജ് പെർഫോമൻസ് ആയിരിക്കും. മാർക്കറ്റിൽ അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഗുഡ് സ്റ്റാൻഡിങ് ആയിരിക്കും. മെയിനായിട്ട് നമുക്ക് എക്സാമ്പിൾ കണ്ടെത്താൻ പറ്റുന്നത് റിലയൻസ് കമ്പനിയാണ് കേട്ടോ. ദെൻ മൂന്നാമത്തെ വരുന്നത് ഇൻകം ഷെയർസ്. ചില കമ്പനികൾ നോട്ട് ഗോയിങ് ടു റീഇൻവെസ്റ്റ് ദെയർ ഏർണിംഗ് ഫോർ ഫർദർ എക്സ്പെൻഷൻ. അതായത് എക്സ്പെൻഷന് വേണ്ടിയിട്ട് പ്രോഫിറ്റിൻ്റെ മേജർ പോർഷൻ മാറ്റി വെക്കാത്ത കമ്പനികളുണ്ടാവും. അത്തരം കമ്പനികളുടെ ഷെയർസാണ് നമ്മൾ പറയുന്നത് ഇൻകം ഷെയർസ്. ദെയർ ഓപ്പറേഷൻ ആർ ഇൻ സ്റ്റഡി പൊസിഷൻ. ദിസ് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ദെയർ ഏർണിംഗ് ആസ് എ ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതല്ലാതെ അവർ കമ്പനിയുടെ എക്സ്പെൻഷന് വേണ്ടിയിട്ട് അത് മാറ്റി വെക്കുന്നില്ല. ജനറേറ്റ് ചെയ്യുന്നത് ഹൈ ഹീൽഡ് ആയിരിക്കും. കാരണം ഡിവിഡൻറ്റ് പ്രോപ്പറായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതോടുകൂടി മാർക്കറ്റിൽ ഈ കമ്പനിക്കൊരു ഹൈ വാല്യൂ ആണ് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മോർ ഓർ ലെസ് സ്റ്റേബിൾ കണ്ടീഷനായിരിക്കും ഇത്തരത്തിലുള്ള ഷെയർസിനുണ്ടായിരിക്കുക. ദ നെക്സ്റ്റ് വൺ വരുന്നത് സൈക്ലിക്കൽ ഷെയർസ്. ദ വാല്യൂ ഓഫ് ഷെയർസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. അതായത് നമ്മൾ മാർക്കറ്റിൽ ബൂം, ഡിപ്രഷൻ അങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ചിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് ഷെയർസിൻ്റെ വാല്യൂവിൽ ഫ്ലക്ച്വേറ്റ് വരുന്ന ഇതാണ് ഇത് വരുന്നത് സൈക്ലിക്കൽ ഷെയർസ് എന്ന് പറയുന്നത്. ഇവിടെ ബൂം പീരീഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല വെൽ പെർഫോമൻസ് ആയിരിക്കും. ഡിപ്രസ്ഡ് പീരീഡ് ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ഡിക്ലൈൻ ആണ് കാണിക്കുക. മെയിനായിട്ട് ഇവിടെ നമുക്ക് എക്സാമ്പിൾ കണ്ടെത്താൻ പറ്റിയ ഷിപ്പിംഗ് കമ്പനികളാണ് ഫ്ലക്ച്വേഷൻ അഫക്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ ഷെയർസ്. അതാണ് ഇതിൽ വരുന്നത് സൈക്ലിക്കൽ ഷെയർസ്. ദെൻ ഫോർത്ത് വൺ വരുന്നത് ഡിഫെൻസീവ് ഷെയർസ്. ഇവിടെ മെയിനായിട്ട് ഫുഡ് പ്രോസസ്സിംഗ്, ബിവറേജ്, ഡ്രഗ് ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയർസാണ് ഡിഫെൻസീവ് ഷെയർസിൽ വരുന്നത്. ദ ഇൻകം ഓഫ് ദീസ് ഷെയർസ് ഈസ് മോഡറേറ്റ്
ത്രൂ ഔട്ട് ദി സൈക്ലിക്കൽ പീരീഡ്. അതായത് ചേഞ്ചസ് വരികയാണെങ്കിലും അവിടെ ഇങ്ങനെ ഇൻകം എന്ന് പറയുന്നത് ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് സ്പെക്കുലേറ്റീവ് ഷെയർസ്. സ്പെക്കുലേഷനാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ റിസ്കി ആയിരിക്കും ഇതിൻ്റെ നേച്ചർ. സ്പെഷ്യൽ ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ അതല്ലെങ്കിൽ ഡീപ്പ് നോളജ് ഓഫ് ദ മാർക്കറ്റ് മൂവ്മെൻറ്റ് ടു ഡീൽ ഇൻ ദം. അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് മെയിനായിട്ട് ഇത്തരത്തിലുള്ള ഷെയർസ് ഡീൽ ചെയ്യുന്നത്. ദ ഷെയർസ് മേക്ക് ഷോർട്ട് ടേം ഗെയിൻ. സ്പെക്കുലേഷനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ അതിന് വാല്യൂ ഹൈ ആയിട്ട് തോന്നുന്നത് ഉടൻ തന്നെ നമ്മൾ അതെന്ത് ചെയ്യും, സെയിൽ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇതൊരു ഷോർട്ട് ടേം ഗെയിന് പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. നോട്ട് വെൽ നോൺ ആൻഡ് പോപ്പുലർ ഏൺ ഓഫ് ഡിവിഡൻഡ്. അതായത് ഡിവിഡൻഡ് സ്റ്റഡി ആയിട്ട് കിട്ടണം എന്ന് കരുതി മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. ഒരു പെട്ടെന്ന് ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ നല്ലൊരു ഗെയിൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ഷെയർസാണ് സ്പെക്കുലേറ്റീവ് ഷെയർസ്. ഇറ്റ് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദ ഷെയർസ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഈ സ്പെക്കുലേഷൻ ചേഞ്ചസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ ഷെയറിൻ്റെ പ്രൈസ് കൂടിയും കുറഞ്ഞും ഇരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് സ്റ്റാൾവാർട്ട്സ് ആണ്. ഇത്തരത്തിലുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ബിഗ് കമ്പനി ഹാവ് ദ എബിലിറ്റി ടു സർപ്പാസ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് ദ കൺട്രി. അവരുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ദേ ആർ നോട്ട് സ്വിഫ്റ്റ് ക്ലൈംബേഴ്സ്. വളരെ പെട്ടെന്ന് ഒരു ഹൈക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഇത്തരം കമ്പനികൾ നമുക്ക് ജിയാൻ കമ്പനി എന്ന് പറയാം. ആൻഡ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദം ആർ നോൺ ആസ് എ സ്റ്റാൾവാർട്ട്. ജിയാൻ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന, അതായത് ഹൈ ആയിട്ടുള്ള കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നതാണ് സ്റ്റാൾവാർട്ട്. ഇവർ എബിലിറ്റി ടു സർപ്പാസ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് ദ കൺട്രി. നെക്സ്റ്റ് വൺ വരുന്നത് ഫാസ്റ്റ് ഗ്രോവേഴ്സ് ആണ്. ഫാസ്റ്റ് ഗ്രോവേഴ്സ് എന്ന് പറഞ്ഞാൽ സ്മാൾ അഗ്രസീവ് കമ്പനികളുടെ ഷെയർസാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏത് രാജ്യത്തെ കമ്പനികളിലാണോ ഇത് യൂസ് ചെയ്യുന്നത് അവിടുത്തെ രാജ്യത്തിൻ്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് എത്രയാണോ അതിന് ഏകദേശം ഈക്വലായിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും ഫാസ്റ്റ് ഗ്രോവേഴ്സ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് സ്ലോ ഗ്രോവേഴ്സ്. The shares of the large and aging company, their growth rate is slower than gross domestic product of the company. ആ രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനേക്കാൾ കുറവായിരിക്കും. അത്തരത്തിലുള്ളതാണ് സ്ലോ ഗ്രോവേഴ്സ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് ടേൺ ഗ്രൗണ്ട്. ടേൺ ഗ്രൗണ്ടിൽ ദീസ് ഷെയർസ് ആർ ഷെയർസ് ഓഫ് ദ കമ്പനി വിച്ച് ഹാവ് അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് ഷോ ദ സൈൻ ഓഫ് റിക്കവറി സൈൻ കാണിക്കുന്ന രീതിയിലുള്ള കമ്പനികളുടെ ഷെയർസാണ് ടേൺ അറൗണ്ട്. ദ നെക്സ്റ്റ് വൺ വരുന്നത് അസറ്റ് പ്ലേ. ഇവിടെ വാല്യുബിൾ അസറ്റ് ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ് ഓവർലുക്ക് ദെയർ ഷെയർസ്. അസറ്റ് പ്ലേസിൽ ദീസ് ആർ ദ ഷെയർസ് ഓഫ് ദ കമ്പനി വിച്ച് ഹാവ് വാല്യുബിൾ അസറ്റ് ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ് ഓവർലുക്ക് ദെയർ ഷെയർസ്. അവർക്ക് ആവശ്യത്തിന് ഷെയർസിനെ കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് ബാക്കി കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വാല്യുബിൾ അസറ്റ് കയ്യിലുള്ള കമ്പനികളായിരിക്കും. അവരുടെ ഷെയർസിനെയാണ് നമ്മൾ അസറ്റ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഇക്വിറ്റി ഷെയർസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ പറയാനുള്ളത് നോൺ വോട്ടിംഗ് ഷെയർസാണ്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 86 സബ്സെക്ഷൻ എ ഓഫ് ദ കമ്പനീസ് ആക്റ്റിലാണ് ഇത്തരത്തിലുള്ള ഷെയർസിനെ കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഏകദേശം ഇക്വിറ്റി ഷെയർസിനെ പോലെ തന്നെയാണ്. ബട്ട് ദേ ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ടായിരിക്കില്ല, വോട്ടിംഗ് റേറ്റ് ഉണ്ടായിരിക്കില്ല. അതേപോലെ ദ ടോട്ടൽ നോൺ വോട്ടിംഗ് ഷെയർസ് ഷുഡ് നോട്ട് എക്സീഡ് 25% ഓഫ് ദി ഇക്വിറ്റി ഷെയർസ്. സാധാരണ ഒരു കമ്പനിയിലെ വോട്ടിംഗ് റൈറ്റ് ഉള്ള ഇക്വിറ്റി ഷെയർസിനെ അപേക്ഷിച്ചിട്ട് നോൺ വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 25% മാത്രമാണ് ആവാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഈ നോൺ വോട്ടിംഗ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻസ് പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അതുമായി ബന്ധപ്പെട്ട ക്ലോസ് ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ റെസൊല്യൂഷനിൽ പാസ്സാക്കുമ്പോൾ ദ പ്രൈസ്, അതേപോലെ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്, അതൊക്കെ സ്പെഷ്യൽ റെസൊല്യൂഷനിൽ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. അതായത് ഒരു ഷെയർസ് ഇഷ്യൂ, അതിൻ്റെ ഡിവിഡൻഡ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതർ മാറ്റേഴ്സ് മുഴുവൻ നമ്മൾ
എവിടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അടുത്ത പോയിന്റ് ഇതിൽ പറയുന്നത് നോട്ട് പെർമിറ്റഡ് ടു കൺവേർട്ട്, അതായത് പിന്നീട് അതിനെ നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്ത് വോട്ടിംഗ് റേറ്റിലേക്ക് പിന്നീട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചേഴ്സ്, ഈ നോൺ വോട്ടിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ കൂടെ അവർക്ക് ബോണസ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ് ഇഷ്യൂ അതൊക്കെ അവർക്ക് വാങ്ങിക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ഇത്രയാണ് നോൺ വോട്ടിംഗ് ഷെയർസ് സെക്ഷൻ 86A പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കാവുന്നത് നമുക്ക് പ്രിഫറൻസ് ഷെയർസാണ്. ആ പേരിൽ തന്നെ ഉണ്ട്, പ്രിഫറൻഷ്യൽ റൈറ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. ഡിവിഡൻഡ് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ദി ക്യാപിറ്റൽ. ഡിവിഡൻഡ് ഈസ് പേയബിൾ ഔട്ട് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റിൽ നിന്നാണ്, അതല്ലാതെ പ്രോഫിറ്റിൻ്റെ ഒരു ചാർജ് എന്നുള്ള രീതിയിലല്ല പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോൺ വോട്ടിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ആണ് ഉണ്ടായിരിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു പ്രിഫറൻസ് ഡിവിഡൻഡ് ഔട്ട്സ്റ്റാൻഡിങ് വന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 അതിൽ കൂടുതലോ കൺസിക്യൂട്ടീവായിട്ടുള്ള ഇയറിൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലക്ട് എ മെമ്പർ ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് വേണമെങ്കിൽ അവർക്ക് എലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ട്, വോട്ടിംഗ് റേറ്റ് കിട്ടും. പിന്നെ പ്രിഫറൻസ് ഷെയർസുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പോയിന്റ്, ക്യുമുലേറ്റീവ് ഇൻ നാച്ചർ ഇൻ ഇന്ത്യ. ഏതെങ്കിലും ഒരു വർഷം കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത വർഷം കൂടെ അവർക്ക് എന്ത് ചെയ്യാം, ഈ കൊടുക്കാത്ത ഡിവിഡൻഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത്രയാണ് പ്രിഫറൻസ് ഷെയർസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രിഫറൻസ് ഷെയർസ് എടുത്തിരിക്കുന്ന ആളുകളെ പറയുന്ന പേരാണ്, ഹോൾഡേഴ്സിനെ പറയുന്ന പേരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളതാണ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട്. ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിബഞ്ചറിൽ തന്നെയാണ് ഇവിടെ ബോണ്ട്, സ്റ്റോക്ക്, അതർ സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ ചാർജ് ഓൺ ദി അസറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അസറ്റിൻ്റെ മുകളിൽ ഒരു ചാർജ് കിട്ടുന്ന ആളുകളാണ് ആര്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു ലോൺ അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റലാണ്. അവർക്ക് എന്തുണ്ടായിരിക്കില്ല, നോ വോട്ടിംഗ് റൈറ്റ്. പിന്നെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ക്രെഡിറ്റർഷിപ്പ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും. ഈ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഒന്നുകിൽ ആനുവലായിട്ടോ അതല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ടാണോ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുക. അവർക്ക് ആ ഒരു പേയ്മെൻറ്റ് എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലീഗൽ ഒബ്ലിഗേഷനാണ്. ഇവിടെ നമുക്ക് നോക്കാനുള്ള മറ്റൊരു പോയിന്റ്, ഈ ഡിബഞ്ചറും ബോണ്ടും ആ ഒരു വേർഡിലുള്ള ഡിഫറൻസാണ്. അമേരിക്കയിൽ ഇതിനെ ബോണ്ട് എന്നും യൂറോപ്യനിൽ ഇതിനെ ഡിബഞ്ചർ എന്നുമാണ് പറയുക. രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് രണ്ടും സെയിം തന്നെയാണ്. അമേരിക്കൻ മാർക്കറ്റിൽ നമുക്കിതിനെ ബോണ്ട് എന്ന പേരിലും യൂറോപ്യൻ മാർക്കറ്റിൽ നമുക്കിതിനെ ഡിബഞ്ചർ എന്നും ആണ് പറയുന്നത്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ അതിന് നമ്മൾ ബോണ്ട് എന്ന് പറയും. പ്രൈവറ്റ് പാർട്ടീസ് ആരെങ്കിലും ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിബഞ്ചർ മെയിനായിട്ട് നമ്മൾ ഇന്ത്യയിൽ അതിൻ്റെ ഫേസ് വാല്യൂ ജനറലി 100 rupees ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് യൂറോ ഇഷ്യൂ. യൂറോ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ദ കമ്പനി ഇൻ ഇന്ത്യ ഹാവ് സ്റ്റാർട്ടഡ് റേസിംഗ് ഫണ്ട് ത്രൂ യൂറോ ഇഷ്യൂ ഇൻ ദ ഫോറിൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഏതെങ്കിലും ഇന്ത്യൻ കമ്പനി യൂറോ ഫോറിൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ, അതായത് യൂറോ ഔട്ട്സൈഡിൽ നിന്നും ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യൂറോ ഇഷ്യൂ. അതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്, ഓഫ് ഷോർ മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ കമ്പനികൾക്ക് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നും ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ദിസ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ വിച്ച് എ കമ്പനി ലൊക്കേറ്റഡ് ഇൻ ഡൊമസ്റ്റിക് കൺട്രി ഇഷ്യൂ one or more of its shares or convertible bond outside the domestic country. ഇവിടെ കമ്പനി ഡൊമസ്റ്റിക് ആയിരിക്കും, ആ കമ്പനി ഔട്ട്സൈഡിൽ നിന്നും ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ടൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്.
holder can convert the receipt into specified number of shares which can then be traded into the domestic market and are offered for sale globally. നമുക്കിവിടെ ഡൊമസ്റ്റിക് ആണ് അതിൻ്റെ കമ്പനി എന്നുണ്ടെങ്കിലും ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബലി സെയിൽ നടത്താൻ പറ്റും. പ്രയർ പെർമിഷൻ, ഗവൺമെൻറ്റിൻ്റെ പ്രയർ പെർമിഷൻ ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റിസിപ്റ്റ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് റിലയൻസ് ഇൻഡസ്ട്രിയാണ്. 1992 അത്. ഗ്ലോബൽ ഡെപ്പോസിറ്ററി റിസിപ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഡോളർ രൂപത്തിലായിരിക്കും. കാരണം നമ്മൾ കമ്പനി ഇന്ത്യയിലാണെങ്കിൽ നമ്മളത് ഇഷ്യൂ ചെയ്യുന്നത് ഔട്ട്സൈഡിലാണ്. അപ്പോൾ അത് ഡിസൈൻ ഇൻ ഡോളർ ആയിരിക്കും. കൺവേർട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് ഡിവിഡൻറ്റും മറ്റു കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഹാവ് കൺസിസ്റ്റൻറ്റ് ട്രാക്ക് റെക്കോർഡ് ഫോർ ഗുഡ് പെർഫോമൻസ് ഫോർ എ മിനിമം പീരീഡ് ഓഫ് 3 years. ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. കൂടാതെ 3 year നല്ലൊരു ട്രാക്ക് റെക്കോർഡ് കൂടി ഉള്ള കമ്പനികളാണെങ്കിൽ മാത്രമാണ് അവർക്ക് മെയിനായിട്ട് ഈ GDR ഒക്കെ ഇഷ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൽ ചെറിയൊരു റിലാക്സേഷൻ, ഇപ്പോൾ ഈ 3 year എന്നുള്ളതിൽ ചെറിയൊരു റിലാക്സേഷൻ നമുക്ക് കാണാൻ പറ്റുക. പവർ ജനറേഷൻ കമ്പനി, ടെലികമ്മ്യൂണിക്കേഷൻ, പെട്രോളിയം എക്സ്പ്ലോറേഷൻ, പോർട്ട്, എയർപോർട്ട്, റോഡ്, ഇത്തരത്തിലുള്ളതിലേക്ക് മാത്രമാണ് ഈ ഒരു 3 year ഫാസ്റ്റ് പ്രീവിയസ് റെക്കോർഡിൽ ഗുഡ് റെക്കോർഡ് വേണം എന്നുള്ളതിൽ ഒരു റിലാക്സേഷൻ നമുക്ക് കാണാൻ പറ്റുക. ഇനി നമുക്കിതിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റ്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റിസിപ്റ്റ് എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് ഹ്യൂജ് എമൗണ്ട് ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിനോ ആവാം. അതല്ലെങ്കിൽ പ്രീപേയ്മെൻറ്റ് ഓർ ഷെഡ്യൂൾഡ് റീപേയ്മെൻറ്റ് ഓഫ് ഏർലിയർ എക്സ്റ്റേണൽ ബോറോവിങ് ആവാം. ആൻഡ് ദ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ജോയിൻറ്റ് വെഞ്ചർ ഇൻ ഇന്ത്യ. അതായത് റിസ്കി ആയിട്ടുള്ള പ്രൊജക്റ്റിലൊക്കെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് കമ്പനികൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റിസിപ്റ്റ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഡൊമസ്റ്റിക് കമ്പനി ഔട്ട്സൈഡിൽ നിന്നും ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ നമുക്ക് ഇറ്റ് ഇൻക്രീസ് ദ ഷെയർ ഹോൾഡർ ബേസ് ഓഫ് ദി കമ്പനി. ഇവിടെ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് വിൽ നോട്ട് ബി പെർമിറ്റഡ്. ഇവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയല്ല. ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറീസ് ഉണ്ടാവും. ത്രൂ അവർ വഴിയാണ് നമ്മൾ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റിസിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു പ്രോസസ്സ് പറയുകയാണ്. ഡൊമസ്റ്റിക് കമ്പനി മേക്ക് ആൻ എഗ്രിമെൻറ്റ്, ആദ്യം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കും നമ്മുടെ എക്സിസ്റ്റിംഗ് രാജ്യത്ത് തന്നെ. ആ ഒരു ഓവർസീ ഡെപ്പോസിറ്ററി ബാങ്കുമായിട്ട് കണക്ട് ചെയ്യും. അതിനുശേഷം ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ഹോൾഡ് ദ ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി. ദെൻ ഓൺ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ദ ഓവർസീ ഡെപ്പോസിറ്ററി ബാങ്ക് ഇഷ്യൂ ഷെയർസ് ടു ദ ഫോറിൻ നോൺ റെസിഡൻറ്റ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1927 ബോട്ട് ആൻഡ് സോൾഡ് ഇൻ അമേരിക്കൻ മാർക്കറ്റ് ജസ്റ്റ് ലൈക്ക് റെഗുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിലിട്ട്. ഇതിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും ഒരു എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇഷ്യൂഡ് ബൈ എൻ അമേരിക്കൻ ബാങ്ക് സജസ്റ്റിംഗ് the number of shares of a foreign company that can be traded in US financial market. ആ പേരിൽ തന്നെ പറയുന്നുണ്ട് അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസിപ്റ്റ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് അമേരിക്കൻ ബാങ്കുകളായിരിക്കും. US ബാങ്ക് സിംപ്ലി പർച്ചേസ് എ ബൾക്ക് ഓഫ് ഷെയർസ് ഫ്രം ദ കമ്പനി, ബണ്ടിൽ ദ ഷെയർസ് ഇൻ ടു ഗ്രൂപ്പ് ആൻഡ് റീഇഷ്യൂ ദം ഓൺ ദ എക്സ്ചേഞ്ച്. നാസ്ഡാക്കോ അതല്ലെങ്കിൽ NYSE അതേപോലെ AMEX അത്തരത്തിലുള്ള എക്സ്ചേഞ്ച് വഴിയൊക്കെ റീഇഷ്യൂ നടത്തുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ദേ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ദ ഫോറിൻ കമ്പനി വിച്ച് ക്യാൻ ഫെച്ച് ഹിം ഹയർ റിട്ടേൺ. ദ കമ്പനീസ് ലൊക്കേറ്റഡ് ഇൻ ഫോറിൻ കൺട്രി ക്യാൻ ഗെറ്റ് രജിസ്റ്റേർഡ് ഓൺ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഹാവ് ഇറ്റ്സ് ഷെയർസ് ട്രേഡ് ഇൻ 2 different കൺട്രി. ഇവിടെ നമ്മൾ നേരത്തെ ഗ്രോസ് ഡെപ്പോസിറ്ററിയിൽ പറഞ്ഞത് നമ്മൾ ഡൊമസ്റ്റിക് കമ്പനി ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഫോറിൻ കമ്പനി
അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് മറ്റേതെങ്കിലും ഡിഫറെൻറ്റ് നേഷൻ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് കണ്ടെത്തുന്ന മെത്തേഡാണ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസർവ്. പേരിൽ തന്നെ ഉണ്ട്, അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കണം. ഹൈലി റിസ്ക് ആണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. അവർ വഴിയാണ് ഇതിൻ്റെ ഡീലിങ്സ് നടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്. ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് FCCB. ഇതൊരു ഡിബഞ്ചർ ബോണ്ട് പറഞ്ഞ പോലെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇഷ്യൂഡ് ഇൻ എ കറൻസി ഡിഫറെൻറ്റ് ദാൻ ദ ഇഷ്യൂവേഴ്സ് ഡൊമസ്റ്റിക് കറൻസി with an option to convert them in the common shares of the issuer company. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലല്ലാതെ മറ്റേതെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള കറൻസിയിൽ നമ്മളത് ഇഷ്യൂ ചെയ്യുക. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ കൺവേർട്ട് ദം ഇൻ കോമൺ ഷെയർസ് ആയിട്ട് നമുക്ക് പിന്നീട് വേണമെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പേ ഇൻട്രസ്റ്റ് ഇൻ ഡോളർ അപ് ടു ദ കൺവേർഷൻ ഡേറ്റ്. അപ്പോൾ എപ്പോഴാണോ അവർ ആ ഒരു ഷെയർസ് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ആ കൺവേർഷൻ വരെ അവർക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഡോളർ എന്ന രൂപത്തിലായിരിക്കും. പിന്നീട് അത് കൺവേർട്ട് ആയതിനു ശേഷം അവർക്ക് ഇന്ത്യൻ റുപ്പിയിലാണ് ഡിവിഡൻറ്റും ബാക്കി പേയ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓഫ് ഷോർ ഫണ്ടാണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു കളക്ട് സബ്സ്ക്രിപ്ഷൻ ഫ്രം റെസിഡൻറ്റ് ഇൻ അബ്രോഡ്. അതായത് വിദേശത്തുള്ള റെസിഡൻ്റായ ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് മൊബിലൈസ് ചെയ്യുന്ന മെത്തേഡ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓഫ് ഷോർ മെത്തേഡ്. ഓക്കെ, താങ്ക് യു.